യഹൂദേതർക്കുള്ള 5 വിശേഷണങ്ങളും അവരുടെ മുന്നവസ്ഥയും കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടുവല്ലോ. എന്നാൽ ഇന്ന് എഫേസ്യലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യഹൂദേതരുടെ ക്രിസ്തുവിലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാം. പഴയ നിയമത്തിൽ യഹൂദന്മാർ യഹോവയോട് അടുത്തു വന്നത് ഉടമ്പടിയുടെ രക്തം തളിക്കപ്പെട്ടാണ്. പുറപ്പാട് 34. വെള്ളത്താലുള്ള സ്നാനത്താൽ യഹൂദമതത്തിലേക്ക് ചേർക്കപ്പെട്ടവരുണ്ടായിരുന്നു. അവരെ ഉടമ്പടിയോടടുത്തവർ എന്ന് വിളിച്ചിരുന്നു. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ രക്തം തളിക്കപ്പെട്ടാണ് യഹൂദന്മാർ ദൈവത്തോടടുത്തു വന്നതെങ്കിൽ എബ്രായ ലേഖനം 9-ാം അധ്യായം. പുതിയ നിയമത്തിലെ മനുഷ്യർ അടുപ്പിക്കപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്താലാണ്. അവിടുന്ന് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താലാണ്. യേശുവിൻ്റെ രക്തമാണ് പുതിയ നിയമ ജനതയാകുന്ന നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചത്. 1 യോഹന്നാൻ 1:7. ന്യായപ്രമാണം യഹൂദനെയും യഹൂദേതരെയും തമ്മിൽ വിഭജിക്കുകയും അകറ്റുകയും ചെയ്തുവെങ്കിൽ പുതിയ നിയമ ക്രിസ്തീയ വിശ്വാസികളേവരും ക്രിസ്തീയ വിശ്വാസത്തിൽ ഒന്നായിത്തീർന്നു. യെരുശലേം ദൈവാലയത്തിലെ പ്രാകാരത്തെ വേർതിരിക്കുന്ന കന്മതിൽ 3 മുഴം പൊക്കമുള്ളതായിരുന്നു. വിജാതീയർ ആ മതിൽ കടന്ന് ദൈവാലയം അശുദ്ധമാക്കിയാൽ അവരുടെ മരണമായിരുന്നു ശിക്ഷ. അതുകൊണ്ടാണ് വിജാതീയനായ ത്രോഫിമോസിനെ ദൈവാലയത്തിൽ കയറ്റി അശുദ്ധമാക്കി എന്ന രീതിയിൽ പൗലോസിനെ യഹൂദന്മാർ കൊല്ലുവാൻ ശ്രമിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 21:28 മുതൽ 31 വരെ. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായപ്രമാണമെന്ന ശത്രുത്വം ക്രൂശിന്മേൽ വെച്ച് തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവേർ ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ച് ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ദർഗായിൽ കയറിയുള്ള ആദ്യ പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിൻ്റെ യാഗരക്തം മൂലമുള്ള സർവ്വമനുഷ്യരുടെയും ഐക്യത്തെ ഉറപ്പിക്കുവാനായി പട്ടക്കാരൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യമത്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അവൻ വന്ന് ദൂരത്തായിരുന്ന ഞങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവിടുത്തെ സ്നേഹം വിശുദ്ധിയോടെ പങ്കിട്ട് പുതിയ നിയമത്തിൻ്റെ നിരപ്പിൻ്റെ നൽവരങ്ങൾ പ്രാപിക്കുവാൻ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.